ഹായ് പ്യാരെ ബച്ചോ, MS സൊല്യൂഷന്റെ ഉറുദു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വന്തം സൽമാൻ സാറാണ്. ഇന്ന് നമുക്കൊരു തഹ്സീനി നോട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിക്കാം. തഹ്സീനി നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരീക്ഷാ പേപ്പറിലൊക്കെ കൂടുതൽ വരുന്നൊരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയും. നമുക്കതിനാകെ അറിഞ്ഞിരിക്കേണ്ടത് വെറും 4 കാര്യങ്ങൾ മാത്രമാണ്. ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഒരു കവിതയുടെ അല്ലെങ്കിൽ ഒരു കഥയുടെ തഹ്സീനി നോട്ട് തയ്യാറാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം നസം കാ നാം. നമ്മൾ ഏതൊരു കവിതയുടെ തഹ്സീനി നോട്ടാണോ തയ്യാറാക്കുന്നത് ആ കവിതയുടെ പേര് നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം ഷാഇർ കാ നാം, കവിയുടെ പേര് അറിഞ്ഞിരിക്കണം. 3 മർക്കസി ഖയാൽ, ആ കവിതയുടെ കേന്ദ്ര ആശയം അതായത് തീം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 4ാമത്തെ കാര്യം അഹം കിർദാർ, അവരുടെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ 4 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു തഹ്സീനി നോട്ട് തയ്യാറാക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ ഒരു ഫോർമാറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, തഹ്സീനി നോട്ട് ക ഹാക്ക, തഹ്സീനി നോട്ടിൻ്റെ ഒരു മോഡൽ. ഇവിടെ ഈ മഞ്ഞ എഴുത്തുകളുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ ഏത് കവിതയുടെ തഹ്സീനി നോട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഏ ഖൂബ്സൂറത്ത് നസം ഡാഷ് ഹേ, ഇത് വളരെ ഭംഗിയുള്ള ഡാഷ് എന്ന കവിതയാണ്. അപ്പൊ കവിതയുടെ പേര് എന്താണെന്ന് അതിവിടെ എഴുതി കൊടുക്കുക. സാർ ഇവിടെ ഹംദർദി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഏ ഖൂബ്സൂറത്ത് നസം, ഈ വളരെ ഭംഗിയുള്ള കവിത ഹംദർദി ഹേ, ഹംദർദിയാണ്. ഇസ് നസം കെ ഷാഇർ കാ നാം, ഈ കവിയുടെ പേര് ഡാഷ് ആണ്. ഇവിടെ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കവിയുടെ പേര് എഴുതി കൊടുക്കുക. ഉനോനെ ഇസ് നസം മേ ബഹുത് ഹി പ്യാര പൈഗാം ദിയാ ഹേ, അദ്ദേഹം ഈ കവിതയിലൂടെ വളരെ നല്ല സന്ദേശമാണ് നൽകുന്നത്. ഇസ് നസം ക മർക്കസി ഖയാൽ, ഈ കവിതയുടെ കേന്ദ്ര ആശയം ഡാഷ് ഹേ. അപ്പൊ കേന്ദ്ര ആശയം എന്താണോ അത് ഇവിടെ എഴുതി കൊടുക്കുക. സാർ ഇവിടെ എഴുതി കൊടുത്തത് ഏക്ക് ദൂസരേക്ക് മദത് കർണ, ഒരാള് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് സാർ എഴുതിയ കവിതയിലെ ആശയം എന്നുള്ളത്. ഷാഇറിനെ ബഹുത് ഹി ആസാൻ ഔർ ആം ഫഹം സബാൻ ഇസ്തിഅമാൽ കിയാ ഹേ, ഇവിടെ കവി വളരെയധികം എളുപ്പമുള്ള അതുപോലെ തന്നെ ആം ഫഹം സബാൻ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ ഇസ്തിഅമാൽ കിയാ ഹേ, ഉപയോഗിച്ചിരിക്കുന്നു. ഇസ്മേ, ഈ കവിതയിൽ ബുൽബുൽ ഔർ ജംഗൂക്ക, ഇവിടെയുള്ള 2 കഥാപാത്രങ്ങളുടെ പേരാണ് ഇതിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. കിർദാറുകൾ ബുൽബുൽ ഔർ ജംഗു, ഒരു മിന്നാമിനുങ്ങും ഒരു പക്ഷിയുമാണ്. ഇവരുടെ ദിക്ർ ബഹുത്ത് ഖൂബ്സൂറത്തി സെ കിയാ ഗയാ ഹേ, കവി വളരെയധികം സുന്ദരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. യേ നസം, ഈ കവിത ഹമേം യേ സിഖായേ ഹേ, നമുക്ക് ഇന്ന കാര്യം പഠിപ്പിച്ചിരുന്നു. എന്ത് കെ എന്തെന്നാൽ ഹമേം ഹമേശ ദൂസരേക്ക് മദത് കർണ ചാഹിയേ, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമാറ്റിൽ എല്ലാ കവിതകൾക്കും നമുക്ക് തഹ്സീനി നോട്ട് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നോക്കൂ, നമ്മൾ പ്രധാനമായിട്ടും തഹ്സീനി നോട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സബാൻ കി താരീഫ്, നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഷയെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതണം. ഇസ് നസം കെ സബാൻ ബഹുത് ഹി സാദ ആസാൻ ഔർ ദിൽകിഷ് ഹേ, ഈ കവിതയുടെ ഭാഷ വളരെയധികം സാദയാണ്. സാദ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ള, ലളിതമാണെന്നർത്ഥം. ആസാൻ, എളുപ്പമുള്ളതും. അപ്പോൾ ഈ കവിതയുടെ ഭാഷ ലളിതവും എളുപ്പമുള്ളതുമാണ്. ഇനി പറയുന്നത് പൈഗാം ഔർ സബക്ക്, ഈ കവിതയുടെ സന്ദേശം എന്താണ്, ഇതിലെ പാഠം എന്താണ് എന്നാണ് എഴുതേണ്ടത്. ഇസ് നസം സെ, ഈ കവിതയിലൂടെ ഹമേം ഏക് ബഹുത് ഹി അച്ഛ അഖ്ലാഖി സബക്ക് മിൽത്താ ഹേ, നമുക്ക് ഒരു വളരെയധികം നല്ല അഖ്ലാഖി സബക്ക് മിൽത്താ ഹേ, നല്ലൊരു പാഠം നമുക്ക് ലഭിക്കുന്നു. മറ്റൊന്ന് ജാതി റായി, നമ്മുടെ സ്വന്തം അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. നസം മേരെ ദിൽ കോ ബഹുത് പസന്ത് ആയി, ഈ കവിത എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഔർ മുജെ ഖുഷി മിലി, എനിക്ക് സന്തോഷം ലഭിച്ചു. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ഓരോ കവിതയുടെ തഹ്സീനി നോട്ടിലും ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി നമ്മൾ എഴുതുമ്പോൾ ആദ്യം എന്താണ് എഴുതേണ്ടത്, ആദ്യം കവിയുടെ പേരാണോ കവിതയുടെ പേരാണോ അല്ല കേന്ദ്ര അതിൻ്റെ ആശയമാണോ എന്നുള്ള ഓർഡറാണ് പറയാൻ പോകുന്നത്. ആദ്യം ഇത്, പിന്നെ ഇത്, അങ്ങനെ 4 പോയിന്റുകളായിട്ടാണ് നമ്മളൊരു ഓർഡറിൽ എഴുതേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് ഉൻവാൻ ഔർ ഷാഇർ, ഈ കവിതയുടെ പേര്, അതിനാണ് ഉൻവാൻ എന്ന് പറയാ. തലക്കെട്ട് ഔർ ഷാഇർ, കവിയുടെ പേര്, ഇത് 2 എഴുതുക. നസം കാ നാം ഔർ ഷാഇർ കാ നാം ലിഖേ, ആദ്യം നസം കാ നാം കവിതയുടെ പേരും ഔർ ഷാഇർ കാ നാം ലിഖേ, കവിയുടെ പേരും എഴുതുക. കവിതയുടെ പേരും കവിയുടെ പേരും എഴുതുക. പിന്നെ മർക്കസി ഖയാൽ,
ഇതിന്റെ കേന്ദ്ര പ്രമേയം, കേന്ദ്ര ആശയം അല്ലെങ്കിൽ ഇതിന്റെ തീം എന്താണ് എന്നുള്ളത് എഴുതുക. നസം കാ അസുൽ പൈആം പേഷ് കരേം, ഈ കവിതയുടെ യഥാർത്ഥ സന്ദേശം ഇവിടെ പറയുക. മൂന്നാമത്തെ പോയിന്റ് ഉസ്ലൂബ് ഔർ സബാൻ, ഈ ഇതിലെ ഭാഷയും ശൈലിയുമാണ്. ശൈലിയും ഭാഷയും. ഈ കവിതയുടെ ഭാഷ വളരെ സാധാരണ ഭാഷയാണ്, ആസാൻ ഭാഷയാണ്, സാധാ ഭാഷയാണ് എന്നൊക്കെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ശൈലി എങ്ങനെയാണ് എന്നുള്ളതും ഇതിൽ എഴുതി കൊടുക്കുക. ജബാൻ കി സാദഗി, ഇതിന്റെ ശൈലിയും എന്ത് ചെയ്യുക, നമ്മൾ അതിനെ വിശദീകരിച്ചു കൊടുക്കുക. മറ്റൊരു നാലാമത്തെ കാര്യം ജാതി പസന്ദിതയ്ക്ക്, നിങ്ങൾക്ക് സ്വയം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. അപ്പിനെ റായി, നിങ്ങളുടെ അഭിപ്രായം അവർ പസന്ദിക്ക് വജാലിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എഴുതി കൊടുക്കുക. ഈ 4 പോയിന്റ് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഓർഡറിൽ തന്നെ എഴുതിയാൽ എന്ത് ചെയ്യും, നമുക്ക് ഉറുദുവിലെ നല്ലൊരു തഹ്സീനി നോട്ടിന്റെ ഫോർമാറ്റ് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുക്രിയ. ഇതുപോലുള്ള വീഡിയോകൾക്ക് MS സൊല്യൂഷന്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.